ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൾസർ സുനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ദിലീപിന്റെ കേസ് ജഡ്ജ്മെന്റ് എല്ലാം വന്നു. ശിക്ഷാവിധി എന്തൊക്കെയാണെന്ന് അറിഞ്ഞു. ഇന്നലെ ഒരു ദിവസം റിസൾട്ട് ആയിരുന്നു, ഇലക്ഷൻ റിസൾട്ട് ആയിരുന്നു. എന്തൊക്കെയാണ് ജഡ്ജ്മെന്റിനകത്ത് ഉണ്ടായിരുന്നത് അതിനെപ്പറ്റി ഒന്നും യാതൊരു തരത്തിലുള്ള ചർച്ചകളൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പല മീഡിയാസും അതൊക്കെ എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നത് കണ്ടു. കുറെ കാര്യങ്ങളൊക്കെ 1700 സംതിങ് പേജസ് ഉള്ള ഈ ഒരു ഡോക്യുമെന്റ് ആണ്. അത് പഠിച്ച് ഒക്കെ വരുമ്പോഴത്തേക്ക് സമയമെടുക്കും. അങ്ങനെ പെട്ടെന്ന് അത് അനലൈസ് ചെയ്യാനും പറ്റത്തില്ല. അതോടെ ഇരിക്കട്ടെ, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കും. എന്നാൽ ഇപ്പോ ഈ ഒരു വിധിക്ക് ശേഷം ആദ്യമായി ഈ അതിജീവിത നടി ഒരു പബ്ലിക് പോസ്റ്റുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറിപ്പുമായിട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കുറിപ്പുമായിട്ട് മഞ്ജു വാര്യരും രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു പോസ്റ്റിലോട്ട് പോകാം. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ജഡ്ജ് ബയസ്ഡ് ആയിരുന്നു, പ്രതിയുടെ ഭാഗത്തോട്ട് ബയസ്ഡ് ആയിരുന്നു എന്നുള്ള തരത്തിലാണ് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നീതി ലഭിച്ചിട്ടില്ല, കോടതിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഒരുപോലല്ല നീതി ഇവിടെ നടപ്പിലാക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെയാണ് ഈ നടി സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. ഞാൻ എന്താണെങ്കിലും ആ ഒരു പോസ്റ്റ് ഇവിടെ ഒന്ന് വായിക്കാം. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ, ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 2 ആശ്ചര്യചിഹ്നമാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന് തൊട്ടടുത്ത് കിടക്കുന്നത്. ഓക്കെ, എന്റെ വേദനകളെ നുണയെയും ഈ കേസിൽ കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഇതൊരു കെട്ടിച്ചമച്ച കഥയല്ലെന്ന് കുറച്ച് ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ പരിഹസിച്ചവർക്ക് മനസ്സിലായല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് വേറെ ഗുണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അത് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും അല്പം ആശ്വാസം കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ആർക്ക്? ഈ കഥകൾ മെനഞ്ഞു നടന്ന ആളുകൾക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നതാണ് പുള്ളിക്കാരത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ 1-ാം പ്രതി എന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എന്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് 1-2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം, എന്നാൽ എനിക്കിതിൽ അത്ഭുതമൊന്നുമില്ല. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു വന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നുവെന്ന് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു. തെളിച്ചു പറയാൻ, ദിലീപിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒരു മാറ്റം അല്ലെങ്കിൽ ജഡ്ജ്മെന്റിനകത്തോ മൊത്തത്തിലൊരു ഉഡൈപ്പ് ഫീല് മനസ്സിലായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും സമീപിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒരു അതിജീവിത സമീപിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. അത് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എന്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീമെയിൽ ജഡ്ജിനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്ത് മെയിൽ ജഡ്ജിനെ മാറ്റി ഒരു ഫീമെയിൽ ജഡ്ജായിട്ടുള്ള ഇപ്പൊ നിലവിൽ വിധി പ്രഖ്യാപിച്ച ജഡ്ജിനെ കൊണ്ടുവന്നത് തന്നെ ഈ പറയുന്ന അതിജീവിതയാണ്. എന്നാൽ ഈ ജഡ്ജ് വന്നതിന് ശേഷം ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പർട്ടിക്കുലർ പ്രതിയിലോട്ട് വരുമ്പോഴത്തേക്ക് ചില മാറ്റങ്ങൾ, ചില രീതിയിലൊരു ചായ്വ് മനസ്സിലായപ്പോഴാണ് ഇവര് ഹർജിയുമായിട്ട് കോടതിയിലോട്ട് പോയത്. അപ്പം എപ്പോഴും ഒരാൾ പറയുന്നതനുസരിച്ചിട്ട് ജഡ്ജിനെ മാറ്റാനൊന്നും പറ്റത്തില്ല. ഓൾറെഡി ഒരു തവണ മാറ്റി. മേ ബി അതുകൊണ്ടായിരിക്കണം ഇത് തള്ളിക്കളഞ്ഞത്. അതിന്റെ വിശദാംശങ്ങൾ ഇതിന്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് കംപ്ലീറ്റ് വായിച്ചിട്ട് നമുക്ക് പറയാം എന്തൊക്കെയാണെന്ന്. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കൂടാതെ മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. ബോർഡ് ലെറ്ററിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരാണ്. പണമുള്ളവനും പണമില്ലാത്തവനും എന്നുള്ള ഒരു വേർതിരിവ് ഇവിടെ ഉണ്ട് എന്നാണ് പുള്ളിക്കാരത്തി പറയാതെ പറഞ്ഞു വെച്ചേക്കുന്നത്. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ വിധി പറഞ്ഞ ആളല്ലായിരുന്നുവെങ്കിൽ, മറ്റാരായിരുന്നുവെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ 6 പ്രതികളിൽ 1-ാം പ്രതി പൾസർ സുനിക്കെങ്കിലും ഒരു ജീവപര്യന്തം കിട്ടിപ്പോയി. വെറും 20 കൊല്ലത്തിന്, 20 കൊല്ലമില്ല, 10-12 കൊല്ലം മാക്സിമം. അതുമില്ല, 10-ൽ താഴെ കൊല്ലം വരുത്തോളൂ. നമുക്ക് അതിലോട്ടൊക്കെ വ്യക്തമായിട്ട് വരാം. അതിനുമ്പ് ഇതൊന്ന് വായിച്ചു തീർക്കട്ടെ. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്തു പിടിക്കും. അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക. അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്. കുറെ പേര് പണം മേടിച്ചോ മേടിക്കാതെയോ നമുക്കറിയുന്ന കാര്യമല്ല, ഇവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ, ഇവരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന രീതി, ഈ പറയുന്ന കാര്യങ്ങൾ
കാര്യങ്ങൾ ഇവര് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള തരത്തിലൊക്കെ പടച്ചുവിടുന്ന കുറെ പടുവാണങ്ങളെ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതുമാണ്. ഇനിയും അതിനെപ്പറ്റി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നേരത്തെ പറഞ്ഞ അവസാനം കൊടുത്തിരിക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കോടതിയിലെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഓരോന്നായിട്ട് പറയാം. ഈ കേസിലെ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. 2017 ഫെബ്രുവരിയിൽ ഒരു തവണ, ഡിസംബറിൽ ഒരു തവണ, പിന്നെ 2021 ഒരു തവണ. 3 തവണയാണ് ഇത് തുറന്നിട്ടുള്ളത്. അതിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ആയിട്ട്. കോടതിയുടെ കണ്ടെത്തൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഗുരുതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഭയങ്കര പേഴ്സണൽ, ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണത്. തെളിവിനുപരി ഒരാളെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത്. അത് ലീക്കായി പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? കോടതിയിൽ അണ്ടറിലിരിക്കുന്ന കാര്യങ്ങൾ 3 തവണയാണ് അത് തുറന്നിട്ടുള്ളത്. ഇപ്പം എന്റെ ഒരു പ്രൈവറ്റ് വീഡിയോ മൂന്നാമതൊരാൾ തുറന്ന് കാണുന്നത് തന്നെ ഏറ്റവും വലിയ കുറ്റകരമാണ്, അല്ലെ? ആ സമയത്താണ് ഇതുപോലെ 3 തവണ ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിനെതിരെ കോടതി വലിയ നടപടികളൊന്നും എടുത്തിട്ടില്ല. കോടതിയുടെ ജഡ്ജ്മെന്റ് അത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൃത്രിമവും നടന്നിട്ടില്ല, തെളിവുകൾ നശിപ്പിക്കാൻ നോക്കിയിട്ടില്ല. ഈ ഒരു മെമ്മറി കാർഡിനകത്ത് മൈ എന്ന് പറയുന്ന ഒരു ഫയലിനകത്താണ് ഈ ഒരു വീഡിയോ 8 വീഡിയോകളും ഉണ്ട് അത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഫയലിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ആയിട്ടില്ല, അതുകൊണ്ട് അതിനകത്ത് തെളിവിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ ഈ കേസ് പറഞ്ഞങ്ങ് തള്ളിവിട്ട്. അതല്ലാതെ ഇതിനെതിരെ വലിയൊരു നടപടിയൊന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് എടുക്കുന്നതായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിനെടുത്തിട്ടുണ്ടെങ്കിൽ താഴെ വരണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഞാൻ കുറെ എങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയുടെ ഫൈനൽ എന്തായിരുന്നു, ഇതിനുവേണ്ടി കോടതി എടുത്ത നടപടി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണത്. അതിലുപരി ഈ പറയുന്ന നടിയുടെ മാനം ആ ഒരു മെമ്മറി കാർഡിനകത്താണ് ഇരിക്കും. അതിൽ ലീക്കായി കഴിഞ്ഞിട്ട് ദിലീപിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന 6 പേരെയോ ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് പോലും കാര്യമുണ്ടോ? നിങ്ങൾ ഒന്ന് ആലോചിച്ചു. വൻസദ്യ എങ്ങനെങ്കിലും ഒരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് കാട്ടുതീ പോലെ പടരും, 100% ഉറപ്പാണ്. അങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇവന്മാരെ കൊല്ലാൻ വേണ്ടി വിധിച്ചിട്ട് കാര്യമുണ്ടോ? വീണ്ടും വീണ്ടും നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നടിക്കാണ്. അപ്പൊ അത്രയ്ക്കുള്ളൂ ഈ കോടതിയുടെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു സാധനം വരെ. ഞാൻ ഒരു വാർത്ത കേട്ടു, ഇതിന് അപ്പീലിന് പോകുന്നുവെന്ന്. എന്തൊക്കെ ഇനി എങ്ങനെയൊക്കെ അപ്പീൽ പോകാം, ഏതൊക്കെ വിഷയത്തിൽ പോരായ്മയുണ്ടെന്ന ഒരു നിയമോപദേശം DGPയോട് ചോദിച്ചാൽ DGP അത് പരിശോധിച്ച് ഒരു നിയമോപദേശം നൽകും. ഇതിൽ എങ്ങനെയൊക്കെ അപ്പീൽ നിലനിൽക്കും എന്നുള്ളത് സംബന്ധിച്ച് ആ അപ്പീൽ നിലനിൽക്കുമെന്ന് ആ നിയമോപദേശം നൽകിയാൽ ഉടൻ തന്നെ സർക്കാരിന് അനുമതി, അതായത് ഒരു അപ്പീൽ പോകണം, പ്രോസിക്യൂഷന് അപ്പീൽ പോകണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വാങ്ങണം. ഇതെല്ലാം തന്നെ വളരെ വേഗത്തിൽ ഒരാഴ്ച കൊണ്ട് ചെയ്യാവുന്ന ഒരു ജോലി എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇപ്പോൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് അടുത്ത ആഴ്ചയോട് കൂടി തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി പ്രോസിക്യൂഷൻ സർക്കാർ ഹൈക്കോടതിയിൽ പോകും, ഈ വിചാരണ കോടതി കണ്ടെത്തലുകൾ ചോദ്യം ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ശീതൾ, എനിക്കിവിടെ പറയാനുള്ള അതിജീവിതയോടാണ്, ഈ പറയുന്ന നടിയോടാണ്. ഇനി അപ്പീലിന് പോയിട്ടൊന്നും യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിധിയിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു മെമ്മറി കാർഡ് കോടതിയുടെ കയ്യിൽ നിന്ന്, കോടതിയിൽ പാരന്റ് കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തേക്കാണല്ലോ, മെമ്മറി കാർഡും അത് അനുബന്ധിത കോപ്പികളും നിങ്ങൾ മേടിച്ച് നശിപ്പിച്ച് കളാം. അല്ലെങ്കിൽ അത് വീണ്ടും എന്തെങ്കിലും അത് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സിസ്റ്റത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ മാനം നശിക്കാൻ നോക്കിക്കും. ഇനി ഈ ഒരു കേസിനകത്ത് അത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇനി വേറെ അപ്പീലിന് പോയിട്ടോ എന്ത് ചെയ്തിട്ടോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. സീരിയസ്, ഇനി ഇതിനകത്തൊരു മാറ്റം വരാനും പോകില്ല. അതുകൊണ്ട് എന്തെങ്കിലും വകുപ്പുണ്ടോ എനിക്കറിയില്ല, ആ ഒരു തെളിവ് നശിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കാർഡ് നശിപ്പിക്കാൻ അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കി നിങ്ങളുടെ കയ്യിലെങ്കിലും വെക്കും. നിങ്ങളുടെ മാനമാണത്, എനിക്കതേ പറയാനുള്ളൂ. ബാക്കി എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത് നോക്കാം. ഈ കേസിൽ ആദ്യം എത്തിയ 2 പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അവർക്ക് ഈ കോടതിയിൽ പക്ഷാപാതം ഉണ്ടെന്ന് തോന്നൽ ഉറപ്പായതിനാലാണ് അങ്ങനെ അത് പറഞ്ഞത്. ഏറ്റവും അവസാനം വന്ന 3ാമത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്, അദ്ദേഹമാണ് അജകുമാർ. അദ്ദേഹത്തിന് മുമ്പ് 2 പേര് ഈ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും ഈ ജഡ്ജിന്റെ ഈ ഒരു പക്ഷാഭേദം കണ്ടിട്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലായി ഇത് ബയസ്ഡ് ആണ് എന്ന് തോന്നിയിട്ട് അവർ രാജിവെച്ച് പുറത്തുപോയി. വേറെ ഏതെങ്കിലും ഒരു കേസിൽ ഇങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറ. 2 പേരും ഇങ്ങനെ ഒരുപോലെ വന്ന് പുറത്തു പോവാണ്. ആലോചിച്ചു. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്താമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത്. ഇതെല്ലാം
ഒരാളിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെ അല്ല. ഞാനൊരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന് ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന് ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു. ഇത് എന്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നു. സോ പ്രതിഭാഗം ദിലീപ്, പുള്ളിക്ക് ഈ ഒരു ജഡ്ജി മതി, പുള്ളിയുടെ പക്ഷമാണ് ഈ ഒരു ജഡ്ജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുള്ളിക്ക് ഈ ഒരു ജഡ്ജിയെ മാറ്റണ്ട. അതിജീവിത ഹർജിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മാറ്റണ്ട എന്നും പറഞ്ഞ് വേറെ സാധനമായിട്ട് അവിടുന്ന് ദിലീപ് വരികയാണ്. എന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെടുകയായിരുന്നു. എന്തുകൊണ്ട്? ഇവിടെ അതിജീവിത തന്നെ വന്ന് പറയുന്നു ഓപ്പൺ കോടതിയിൽ കേസ് നടത്തിക്കോ, എന്റെ ഐഡന്റിറ്റി പുറത്തു പോകുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇത് പബ്ലിക് അറിയണം. ഈ കേസിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, കോടതിയിൽ എന്തൊക്കെ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത് എന്ന് പബ്ലിക് അറിയണമെന്ന് അതിജീവിതയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ കോടതിക്ക് പറ്റില്ല. കോടതിയുടെ പ്രൈവസി അത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് വകുപ്പെന്ന് സാധാരണ നേരെ തിരിച്ചാണ് വരാറുള്ളത്. പക്ഷെ ഇത് ഇത്രയും ഒരു സെൻസേഷൻ ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് ഒന്നാലോചിക്കാൻ നമുക്കറിയില്ല കോടതിയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന്. ഈ ഒരു ജഡ്ജ്മെന്റിന്റെ പകർപ്പ് നമ്മുടെ കിട്ടുന്ന സമയത്താണ് എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് അവിടെ വാദങ്ങൾ നടന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഏറ്റവും അവസാനം ഇങ്ങനെ കൂടെ ഒരു സാധനം എഴുതിയിട്ടാണ് പുള്ളിക്കാരത്തി ഇത് അവസാനിപ്പിക്കുന്നത്. ഇവിടെ ജഡ്ജിനെ സംശയിച്ചിട്ടാണ് ഇതിനകത്ത് ഏറ്റവും അവസാനം പറഞ്ഞ അത്രയും പോയിന്റ്സ് പുള്ളിക്കാരത്തി എഴുതി വെച്ചേക്കുന്നത്. ജഡ്ജ് ബയസ്ഡ് ആണ്, പക്ഷാഭേദം കാണിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അതിനകത്ത് പറയുന്നത്. പുള്ളിക്കാരത്തിന്റെ മുകളിലുള്ള സംശയം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം വേറൊരു കാര്യം ഓർമ്മയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കും. വേറൊന്നുമല്ല, ഇതിന്റെ ഇടയ്ക്ക് ഒരു ഊമക്കത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മീഡിയ അതെടുത്ത് ചർച്ച ചെയ്തതാണ്, ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിനുശേഷം ആ ഒരു ഊമക്കത്ത് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് മനസ്സിലാവും. ആ ഊമക്കത്ത് ഞാനൊന്ന് വായിക്കാം. എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് സഖാവ് ഹണി എം വർഗീസിന്റെ വിക്രിയകൾ എന്ന് പറഞ്ഞ് ആണ് ആ ഒരു ഊമക്കത്ത് വന്നിരിക്കുന്നത്. ഏതാണ്ട് 33 ജഡ്ജന്മാർക്കും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനൊക്കെ ഈ ഒരു സാധനം പോയിട്ടുണ്ട്. ഒരാൾക്കല്ല 33 പേർക്ക് പോയിട്ടുണ്ട്. എന്താണെങ്കിലും അതിന്റെ ഉള്ളടക്കം ഒന്ന് വായിക്കാം. എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ഹണി എം വർഗീസിന്റെ മുമ്പിലുള്ള പൾസർ സുനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലെ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 10ാം പ്രതിയെ അപ്രൂവറാക്കി 11ഉം 12ഉം പ്രതികളെ ഡിസ്ചാർജ് ചെയ്തു. ഇത് കഴിഞ്ഞാൽ 9 പ്രതികളാണ് ഉള്ളത്. എന്നാൽ 2018 മുതൽ തുടങ്ങി 2025 ഡിസംബർ 8 വിധി പറയുന്ന ഈ കേസിലെ 7ാം പ്രതി ചാർലി തോമസ്, 8ാം പ്രതി ഗോപാലകൃഷ്ണൻ ഏലിയാസ് ദിലീപ്, 9ാം പ്രതി സനിൽ കുമാർ ഏലിയാസ് മേസ്തിരി സനിൽ എന്നിവരെ ഒഴിവാക്കി 6 പ്രതികൾക്കെതിരെയാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത്. തന്റെ സ്വന്തം അടുപ്പക്കാരിയായ ശ്രീമതി ഷേർലിയെ കൊണ്ട് ജഡ്ജ്മെന്റ് തയ്യാറാക്കി സഖാവ് ഹണി എം വർഗീസ് 8ാം പ്രതിയുടെ സന്നദ്ധ സഹചാരിയായ ഹോട്ടൽ ബിസിനസ്സുകാരനുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ച് ഈ ഉത്തരവ് 8/12/2025 പറയാൻ പോവുകയാണ്. ഈ പറയുന്ന ജഡ്ജി പണം വാങ്ങിയിട്ടാണ് ഈ ഒരു വിധി പറയാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. എന്തോ ദിലീപിന്റെ സന്നദ്ധ സഹചാരിയായ ശരത്തിന്റെ കയ്യിൽ കച്ചവടം ഉറപ്പിച്ചിട്ടാണ് ഈ ഒരു സാധനം പറയാൻ പോകുന്നതാണ് ഈ ഒരു കത്തിനകത്ത് പറയുന്നത്. ഈ കത്തിന്റെ ഡേറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ 2/12/2025 ഈ ഒരു കത്തിന്റെ ഡേറ്റ് വന്നേക്കുന്നത്. വിധി വരുന്നത് 8/12/2025. ഈ കത്ത് മറ്റ് ജഡ്ജിമാരുടെ കയ്യിൽ കിട്ടുന്നത് 4ാം തീയതി 5ാം തീയതി ആണ് എന്ന് പറഞ്ഞാൽ വിധി പറയുന്നതിന് 3 ദിവസം മുമ്പ് വന്നു. ഈ ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് വിധി പറയുന്നതിന് 6 ദിവസം മുമ്പ്. ബാക്കി കാര്യങ്ങളോട് ഒന്ന് വായിക്കാം. എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന നിലയിൽ ഒരുപാട് വിക്രികൾ കാണിച്ച ശ്രീമതി ഹണി വർഗീസിനെ കേരള ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരായ 1-2-3 പേരുടെ പേര് പറയുന്നുണ്ട്. ഞാനത് വായിക്കാൻ നിൽക്കുന്നില്ല. എറണാകുളം ജില്ലയുടെ ചുമതലയിലുള്ള ജസ്റ്റിസ് ഒരാളുടെ പേര് പറയുന്നുണ്ട്, അതും വായിക്കുന്നില്ല. എന്നിവരുടെ അനുഗ്രഹം എല്ലാ കാര്യത്തിലും ഉണ്ട്. ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾക്ക് ഹണി വർഗീസിനെ പ്രേരിപ്പിക്കുന്നത്. ഇക്കാര്യം സമൂഹ മനസാക്ഷിയുടെ മുൻപിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് അയക്കുന്നത് എന്ന് വിധേയപൂർവ്വം ഇന്ത്യൻ പൗരൻ എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു കത്ത് അവസാനിക്കുന്നത്. ഒരൊറ്റ പേജ് കത്തേ ഉള്ളൂ. ഈ സാധനം വളരെ ക്ലിയർ ആയിട്ട് എടുത്തു പറയുന്നത് ആദ്യത്തെ 6 പേര് ശിക്ഷിക്കപ്പെടും, 7ാം പ്രതി തൊട്ട് കുറ്റവിമുക്തരാണ്. ഇത് ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പ് വന്ന സാധനമാണ്. പലതരത്തിലുള്ള ഊമക്കത്തുകളൊക്കെ ഈ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ വരാറുണ്ട്. ഇത് വന്നേക്കുന്നത് രാംകുമാർ എന്ന് പറയുന്ന ഒരു വക്കീലിന്റെ അഡ്രസ്സിലാണ് ഈ ഒരു സാധനം എല്ലാവർക്കും പോയേക്കുന്നത്. അന്നേരം ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ച സമയത്ത് ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഇദ്ദേഹത്തിന്റെ അഡ്രസ്സ് വെച്ചിട്ട് ഈ ഒരു സാധനം അയച്ചേക്കാണ് കുറെ പേർക്ക്. മേ ബി ഇത് ഊഹാപോഹങ്ങളോ എല്ലാം ആയിരിക്കാം. പക്ഷെ എന്നാലും ഇത്രയും ഒരു വളരെ ക്ലിയർ ആയിട്ട് ഊഹിച്ചൊക്കെ പറയാന്നൊക്കെ പറഞ്ഞ എല്ലാത്തിനും കഴിവാണ് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിട്ടയർഡ് ജസ്റ്റിസ്, ഹൈക്കോടതി ജസ്റ്റിസ് കെമാൽ പാഷ, പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഒന്ന് വെക്കാം. നമ്മൾ പറയുമ്പോഴാണുള്ള പ്രശ്നം. അറിവുള്ളവർ പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ. അറിവുള്ള അദ്ദേഹം തന്നെ പറയട്ടെ. 8ാം തീയതി ജഡ്ജ്മെന്റ് 4ാം തീയതി വിവരം വെളി പോവാ എന്ന് പറയുമ്പോൾ
അത് വളരെയധികം നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ജഡ്ജ്മെന്റ് അത് ആ കൺവിക്ഷന്റെ ഒരു കാര്യം വളരെ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പലരും നാല് പ്രതികളെ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഓരോ സ്പെക്കുലേഷൻ നടത്തി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കൺവിക്ട് ചെയ്യുന്നു, ബാക്കിയുള്ള പ്രതികൾ വെറുതെ വിടാതിരുന്നാൽ എല്ലാവരും വെറുതെ വിടും എന്നും ആണ് അത് കാണിച്ചിരിക്കുന്നത്. ആ ജഡ്ജ്മെന്റ് വന്നപ്പോഴാണ് ഞാനത് ഞെട്ടിപ്പോയത്. കാരണം ഇത് ഒരേ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജുഡീഷ്യറിയിലെ ഉള്ള ആ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇങ്ങനെ പോയി എങ്ങനെയാണ് ഇത് വെളിയിലായത്, ഇത് ചോർന്നത് എന്നുള്ളതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അന്വേഷിക്കണം എന്ന് പറയുന്നത് ശരിയായ വിഷയമാണ്. എന്തായാലും അന്വേഷണം ആരായാലും എക്സ്പ്ലോർ ചെയ്ത അന്വേഷണം വേണം. ഇതിന്റെ കാര്യം പുറത്തോട്ട് കൊണ്ടുവരണം. ഇത് എങ്ങനെ പോയി എന്നുള്ള വിവരം അറിയണം. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഗോപീശ്വരൻ, ഇതൊരിക്കലും നമുക്കൊരു ആക്സിഡന്റിലായിട്ട് അല്ലെങ്കിൽ ഒരു സ്പെക്കുലേഷനെ മാത്രം എഴുതിയതായിട്ട് കണ്ടിട്ട് തോന്നില്ല. കാരണം ഇത് അത്ര കറക്റ്റ് ആയിട്ടാണ് എഴുതിയത്. അതായത് ഒരു ജഡ്ജി ആയിരുന്ന വ്യക്തി എന്ന നിലയിൽ കമാൽ പാഷ സാർ സംശയിക്കുന്നത് ഈ വിധി പകർപ്പിന്റെ വിശദാംശങ്ങൾ അപ്പാടെ ചോർന്നു പോയിട്ടുണ്ടാകണം, അതല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഒരാൾക്ക് എഴുതാൻ കഴിയില്ല, എഴുതാൻ പറ്റത്തില്ല, ഉറപ്പാണ്. ഇത് ചിലപ്പോൾ ഇനി അത് അങ്ങ് ഊഹിച്ചെഴുതിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് കണ്ടിട്ട് ഊഹാപോഹമായിട്ട് തോന്നുന്നില്ല. അത് എത്രയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എനിക്കത് തോന്നുന്നില്ല. കാരണം അത് ഒരു വെറും സ്പെക്കുലേറ്റ് ചെയ്ത് എഴുതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനി എങ്ങനെ അത് വെളിയിലായി എന്നുള്ളതിനെ കുറിച്ച് നിർബന്ധമായിട്ടും അന്വേഷിക്കേണ്ടതാണ്. പുള്ളി ഹൈക്കോടതി ജഡ്ജായിട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ എത്രയോ പ്രതികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള എത്രയോ സാധനങ്ങൾ കണ്ടുള്ളതായിരിക്കും. അവർക്കൊക്കെ അറിയാൻ പറ്റും ഓരോന്നിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ സൈക്കോളജി എങ്ങനെയാണ്. വെറുതെ അല്ലല്ലോ ഇത്രയും കാലം ഹൈക്കോടതി ജഡ്ജായിട്ടൊക്കെ ഇരുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ വന്നിരുന്ന് പറയുന്നു ഇത് ഒരു സ്പെക്കുലേഷൻ ആയിട്ട് തോന്നുന്നില്ല, വെറുതെ ഒരാൾ എഴുതി അയച്ചതായിട്ട് തോന്നുന്നില്ല. ഈ ഒരു കത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ വായിച്ചു കേട്ട് നിങ്ങൾ കേട്ടതാണല്ലോ, വളരെ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ പറയുന്ന വ്യക്തി കാശ് മേടിച്ചിട്ടാണ് 8-ാം തീയതി വിധി പറയാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഒരു ജഡ്ജിനെ വിമർശിക്കാനുള്ള അവകാശമില്ല, അതിനുള്ള അറിവുമില്ല, കഴിവുമില്ല. പക്ഷെ നിയമം അറിയാവുന്ന പല ആളുകളും, ഈ ജസ്റ്റിസ് കെമാൽ പാഷയെ പോലുള്ള ആളുകൾ വരെ വന്നിരുന്നിട്ട് ഇതേ കാര്യമാണ് പറയുന്നത്. ഈ പൾസർ സുനിയുടെയൊക്കെ ശിക്ഷാവിധി വന്ന സമയത്തും ഇദ്ദേഹം വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാനായിരുന്നു ആ ഒരു ജഡ്ജായിട്ട് ഇരുന്നതെങ്കിൽ ഇവന്മാർക്ക് ഈ ഒരു ശിക്ഷയല്ല കൊടുക്കാൻ പോകുന്നത്, മിനിമം 20 കൊല്ലത്തെ ഒരു ശിക്ഷ കൊടുക്കില്ലായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. വാട്ട് എവർ, ജഡ്ജിനെയോ കോടതിയോ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. അത് എന്തെങ്കിലും തെളിവാണെങ്കിൽ തെളിയട്ടെ, എന്തെങ്കിലും ഇതിനകത്ത് ഉടായ്പത്തരായി നടന്നിട്ടുണ്ടോ ഇല്ലയോ. ഇനി ഈ സർവൈവർ ഓപ്പൺ ട്രയൽ ആവശ്യപ്പെട്ട് കോടതിയുമായിട്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ വെക്കാം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് പ്രോസിക്യൂട്ടർ റിസൈൻ ചെയ്തു എന്നും ജഡ്ജിനെ മാറ്റാൻ ശ്രമിച്ച കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇതിൽ ചിലപ്പോൾ കേരള ജനങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അത്ര പ്രസക്തിയായിട്ട് അറിയാത്ത ഒരു കാര്യം, ഈ ഓപ്പൺ ട്രയൽ വേണമെന്ന് സർവൈവറാണ് ചോദിച്ചത്. സാധാരണ സെക്ഷൽ വയലൻസ് കേസുകൾ ഇൻ ക്യാമറ ട്രയൽ ആണ് ഉണ്ടാവാറുള്ളത്. ഈ കേസ് ഇൻ ക്യാമറ ട്രയൽ വേണമെന്ന് ചോദിച്ചത് അക്യൂസ് നമ്പർ 8 ദിലീപാണ്. ദിലീപിന് ഇൻ ക്യാമറ ട്രയലും വേണം, വ്യക്തിമായിട്ടുള്ള നടിക്ക് അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് ഓപ്പൺ ട്രയലും വേണം. ജനങ്ങളും മീഡിയയും കാണണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഈ സർവൈവർ. അവർക്ക് ഇതിലൊന്നും മറച്ചു വെക്കാനില്ലാത്തതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് അവർ ഡിസപ്പോയിന്റ്മെന്റ് രേഖപ്പെടുത്തുകയാണ്. സ്റ്റിൽ അവിടെ ഒരു ചോദ്യം വരികയാണ്, എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളത്. ജഡ്ജ്മെന്റിനകത്ത് അതിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോന്ന് അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ പുറത്തു വരട്ടെ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും ഈ ജഡ്ജിന്റെ ഭാഗത്തു നിന്ന് വിക്ടിമിന് എഗ്നിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രതിയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ വന്നിട്ടുണ്ട്. ജനങ്ങൾ അത് കണ്ട എന്താണ് പ്രശ്നം? അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റാൻ പോകുന്നത് 8-ാം പ്രതിക്കാണ്. അതിജീവിതയ്ക്കും അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തു പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മുഖം നാട്ടുകാർ കാണുന്നതുകൊണ്ടോ അവർക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ആകുലത മൊത്തം ജഡ്ജിനാണ്. വൈ കുറെ ഇങ്ങനെ കിടക്കാണ്, വൈ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന്റെ ബാക്കിയുണ്ട് അവിടെ കേൾക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് 4-5 കൗണ്ടുകളിൽ ജഡ്ജ് ഈ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ തന്നെ വിശ്വസിക്കാത്തതും അല്ലെങ്കിൽ അത് കൊറാബറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്ന പല സന്ദർഭങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു ജഡ്ജ്മെന്റിൽ നോർമലി വിറ്റ്നസ്സുകളെ ഡിസ്കാർഡ് ചെയ്യോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യോ ജഡ്ജിന്റെ പ്രൊറഗേറ്റീവ് ആണ്. അങ്ങനെ ജഡ്ജിന് പല കാരണങ്ങളുണ്ടാവും, ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഈ ജഡ്ജ്മെന്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 4-5 കാര്യങ്ങൾ അതിജീവിത പറഞ്ഞത് കൊറാബറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് വെറും ഓറൽ ടെസ്റ്റിമണി മാത്രമാണ്. ഇൻക്ലൂഡിംഗ് ദിലീപിന് അവരോട് ശത്രുത ഉണ്ടായിരുന്നു, ദിലീപ് അവരുടെ സിനിമകൾ ഇല്ലാതാക്കി എന്ന് ഇവർ പറഞ്ഞത് കോടതി പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. നേരത്തെ നടി പറഞ്ഞേക്കുന്ന ആ കുറിപ്പിനകത്ത് എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കേട്ടത് മനസ്സിലായിട്ടുണ്ടല്ലോ. ജഡ്ജിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 3-4 പോയിന്റ്സ് ഉണ്ടായിരുന്നിട്ട് പോലും അവര് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഈ വിധി തന്നെ നോക്കുക. ഈ വിധി തന്നെ നിങ്ങളെടുത്ത് നോക്ക്. പൾസർ സുനിക്ക് മിനിമം 20 years ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്, മിനിമം ആയിട്ടുള്ള 20. ഓക്കെ, ഇതിനെപ്പറ്റി നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ അത് വെക്കാം. ഏറ്റവും ലെസറായിട്ടുള്ള ഒരു പണിഷ്മെന്റ് പൾസർ സുനിക്ക് അടക്കം കിട്ടിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ റിഫോം പൊട്ടൻഷ്യലാണ്. അഥവാ അവർ പ്രായക്കുറവുള്ള ആൾക്കാരാണ്, കുടുംബമുള്ള ആൾക്കാരാണ്. അപ്പൊ എത്രത്തോളം മാനസിക പരിവർത്തനം അവർക്ക് ഉണ്ടാകും എന്നതിനെ കൂടിയാണ്
ഇവിടെ കോടതി പരിഗണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഈ പ്രതികൾക്ക് എല്ലാവർക്കും 40 വയസ്സേ ഉള്ളൂ. ഈ ഒരു ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവന്മാര് നന്നാവും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിധി പ്രഖ്യാപിച്ചതെന്നാണ് ജഡ്ജി പറയുന്നത്. അതാണ് ഈ റീഫോം പൊട്ടൻഷ്യൽ എന്നുള്ള കാര്യം കൊണ്ട് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ വിചാരണ തടവുകാരനായിരുന്ന കാലം ഇയാളുടെ ശിക്ഷയിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ പൾസർ സുനി അയാൾക്ക് കിട്ടിയിരിക്കുന്ന 20 വർഷം തടവിൽ ഏതാണ്ട് 7 വർഷം പൂർണ്ണമായിട്ട് അനുഭവിച്ചു കഴിഞ്ഞു. അപ്പൊ സത്യത്തിൽ കോടതി അസസ് ചെയ്യേണ്ടിയിരുന്നത് 7 വർഷം തടവ് പൂർത്തിയായ ഘട്ടത്തിൽ അയാളുടെ റിഫോം പൊട്ടൻഷ്യൽ എന്താണ് എന്നതിനെ കുറിച്ചായിരുന്നു പരിശോധിക്കേണ്ടത്. നമ്മൾ അറിയാം, അയാൾക്ക് ഒരു തരത്തിലുമുള്ള പശ്ചാത്താപം ഉണ്ടെന്ന് തോന്നുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തിയും അയാളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നില്ല. അയാൾ ചില മാധ്യമങ്ങൾക്ക് ഈ കാലയളവിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ അയാൾ പറഞ്ഞത് താൻ ചെയ്തത് ഒരു കോഴിയെ പിടിക്കുന്നത് പോലെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ വന്നിറങ്ങിയതിന്റെ റീൽസ് അയാൾ തന്നെ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ തന്നെ ഞാൻ ചില മാധ്യമങ്ങളിൽ നിന്ന് അറിയുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾ 7 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം അയാളുടെ റിഫോം പൊട്ടൻഷ്യൽ എന്താണ്? അതായത് ഈ ശിക്ഷാ കാലയളവിന്റെ പകുതിയോളം എത്താറായിട്ടുണ്ട്. ഇനി ഒരു 13 കൊല്ലം കൂടി അകത്ത് കടന്നു കഴിഞ്ഞാൽ അയാൾക്ക് മാനസിക പരിവർത്തനം ഉണ്ടാകും എന്ന് സത്യമായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടേണ്ടിയിരുന്ന ശിക്ഷ കൂടുതലായിരുന്നു. കേട്ടല്ലോ, ഇവന്മാരുടെ റീഫോം പൊട്ടൻഷ്യൽ നോക്കിയിട്ടാണ് ഇവർക്ക് ശിക്ഷ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഇവന് 7.5 കൊല്ലം കടന്നിട്ട് ഇവന് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല. ഇപ്പം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന കാട്ടായങ്ങൾ ആ രീതിയിലാണ്. ഇവന്റെ ലേറ്റസ്റ്റ് റീൽസ് കണ്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അതിനകത്ത് തന്നെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണേ. കണ്ടില്ലെങ്കിൽ ഞാനൊന്ന് വെച്ചേരാം. ഇവിടെ വരെ വന്ന സ്ഥിതിക്കാണ് അതോടൊന്ന് കണ്ടോ. ഇനി എന്താ പരിപാടി? പരിപാടിക്ക് കഴിഞ്ഞില്ലേ? ഇനി സമ്മാനതാണ്. Give a fuck what you say, what you feel, 'cause right about now my thoughts live on the free. ഏതായാലും കുട്ടിയിൽ പള്ളിക്ക് ഇനി ഒരീസ തന്നെ. We don't give a fuck what you say, what you feel, 'cause right about now my thoughts live on the free. ആ റീലിനകത്ത് ഡയലോഗ്സ് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുമാതിരി കോടതിയെ തന്നെ പുച്ഛിക്കുന്ന തരത്തിലുള്ള ഡയലോഗ്സ് ആണ് ഇത് ചെയ്യുന്നത്. ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞില്ലേ, ഇനി സമ്മാനദാനമല്ലേ. നമ്മുടെ ബാച്ചിലർ പാർട്ടിക്കകത്ത് കലാമണി പറയുന്ന ഡയലോഗാണ്. അപ്പൊ ഇവരെയാണ് നന്നാവാൻ വേണ്ടിയിട്ട് ഏറ്റവും മിനിമം ശിക്ഷ കൊടുത്ത് നമ്മുടെ ജഡ്ജി വിട്ടത്. ഇവന് ഒരു 12 കൊല്ലം കടന്നാൽ മതി. ഏറ്റവും അവസാനം അതെല്ലാം വെട്ടി കുറച്ച് ഒരു 8 കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവൻ ഇറങ്ങുകയും ചെയ്യും. ഇവന് 35 വയസ്സെങ്ങാണ്ടുണ്ട്. ഒരു 45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനുള്ളിൽ തന്നെ ഇവൻ പുറത്തിറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഈ കൂട്ടത്തിൽ 6 പേരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ഇറങ്ങുന്ന സുനിയാണ് കേട്ടോ, അത് മറക്കണ്ട. ഇനി ഇവൻ ഇറങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ നല്ല നടപ്പിനാണല്ലോ കോടതി ഇവനെ വെറുതെ വിട്ടിരിക്കുന്നത്. സുനിയുടെ മുന്നിൽ 2 ഓപ്ഷനാണുള്ളത്. സുനിക്ക് അറിയാവുന്ന 2 പണിയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. 1 ഗുണ്ടാപ്പണി, 2 ഡ്രൈവിംഗ് പണി. കോടതി പറയുന്ന പോലെ ഇവൻ നന്നാവാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗ് പണിക്ക് പോയി എന്ന് വിചാരിക്കുക. ജീവിക്കണമല്ലോ, പുറത്തിറങ്ങിയിട്ട് ജീവിക്കണമല്ലോ. ഇവന്റെ വണ്ടിയിൽ ആരെങ്കിലും കയറുമോ? മനുഷ്യനായിട്ടുള്ള ആരെങ്കിലും ഇവനാണെന്ന് കണ്ടം വഴി ഓടത്തില്ലേ, കയറുമോ? അപ്പം ആ ഒരു പണിക്ക് എന്തായാലും സുനി പോകില്ല. പിന്നുള്ളത് ഗുണ്ടാപ്പണി, അതിന് തന്നെ അവൻ പോകും. ഇപ്പൊ കോടതി ഇപ്പൊ ആരായി? ഇവന് നന്നാൻ വിട്ട ജഡ്ജി ആരായി? ഇതായിരിക്കും ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവനെ ഈ 20 കൊല്ലത്തിന് ശിക്ഷിച്ച ജഡ്ജി കാണാൻ പോകുന്ന കാഴ്ച. അല്ലെങ്കിൽ പിന്നെ ഇവൻ നന്നാവണമെങ്കിൽ ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഗവൺമെന്റ് ചെലവ് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? ബട്ട് ഇതൊന്നും അല്ല നടക്കാൻ പോകുന്നത്. സുനിയുടെ ഒരു മെന്റാലിറ്റി ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ സുനിയുടെ ഒരു മൈൻഡ് സെറ്റ്, ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളുടെ മുന്നിലൊരു ഒരു ഓഫർ വരികയാണ്. നീ ഒരു 8 അല്ലെങ്കിൽ ഒരു 10 കൊല്ലം ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടോ, നാട്ടിലോട്ട് വരാനൊന്നും പറ്റത്തില്ല, കുടുംബക്കാരെ ഒന്നും കാണാൻ പറ്റില്ല, ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പറ്റില്ല. ഗൾഫിൽ ഭയങ്കര ഒരു മരുഭൂമിയിൽ കുറച്ച് കഷ്ടപ്പണി, കുറച്ച് പട്ടിപ്പണിയൊക്കെ ആയിരിക്കും. ഒരു 10 കൊല്ലം നീ കഷ്ടപ്പെടണം. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞ ശേഷം നീ പിന്നെ കോടീശ്വരനാ. നിനക്ക് പിന്നെ പണിക്കൊന്നും പോവേണ്ട. നിനക്ക് എല്ലാ കാര്യങ്ങളും നിന്റെ കൺമുന്നിലെത്തും, കിട്ടും. ഈ ഒരു ഓഫറാണ് സുനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. ആദ്യം പൾസർ ബൈക്കിനകത്ത് കോടതിയിൽ വന്നവൻ പിന്നീട് കിയാ കാറിനകത്താണ് വരുന്നത്. കോടതിയിൽ പോയ കോലത്തിലല്ല പുറത്തിറങ്ങിയപ്പോൾ സുനിയെ നമ്മൾ കാണുന്നത്. സുന്ദരനായിട്ടുണ്ട്, പണക്കാരനായിട്ടുണ്ട്, റീലിനകത്തും ഫുൾ റിച്ച് സെറ്റപ്പ്. ഇവന് വേണ്ടിയിട്ട് പണം വാരി എറിയാൻ വേണ്ടിയിട്ട് വക്കീലും വരും. അത് സുപ്രീം കോടതി പോലെ അവരുടെ പൈസയ്ക്കും യാതൊരു കുറവില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ തന്നെയും ഇവന് പണിക്കൊന്നും പോകണ്ട. ഇവൻ കോടീശ്വരനായിട്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് തന്നെ. ശിഷ്ടകാലം പണിയെടുക്കാതെ ജീവിക്കാം, ഇതായിരിക്കും ഡീല്. ഇവിടെ തോറ്റവരെ ആരാണ്? നടിയാണോ? ജനങ്ങളാണോ? എന്റെ അഭിപ്രായത്തിൽ ഇവിടെ തോറ്റത് നമ്മുടെ ജുഡീഷ്യറിയാണ്. സീരിയസ്ലി ജനങ്ങൾക്ക് ജുഡീഷ്യറിയുടെ മേലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെട്ടത്. ഇത്രയൊക്കെ ഉള്ളൂ. ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോയി കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളല്ലേ. ആ അതിജീവിതം അനുഭവിച്ച സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇവൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവനത് ശീലമാണ്, ഇവന്റെ ഹാബിച്വൽ ഓഫൻഡറാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. പീഡിപ്പിക്കാം, ആരെ വേണമെങ്കിലും പീഡിപ്പിക്കാം, അല്ലെങ്കിൽ കൊട്ടേഷൻ എടുത്ത് പീഡിപ്പിക്കാം എന്നുള്ള ഒരു സെറ്റപ്പിലോട്ട് വന്നു. ഇനി പുള്ളി പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതോടെ ഞാൻ വെക്കാം. 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി നേരത്തെ തന്നെ പല കേസുകളിൽ പ്രതിയാണ്. ശ്രീ അഭിലാഷ് അതിന്റെ ഡീറ്റെയിൽസ് പറയുകയും ചെയ്തു. അപ്പോൾ വളരെ മോശം പശ്ചാത്തലമുള്ള പൾസർ സുനിക്കും അങ്ങനെയുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ആൾക്കാർക്കും ഇങ്ങനെയുള്ള ഒരു കേസിൽ ഒരേ പരിഗണന തന്നെയാണ് ശിക്ഷയുടെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. എന്തുകൊണ്ട് ചോദ്യം
ചോദ്യമാണ്. പൾസർ സുനിക്ക് മുൻപ് കുറ്റകൃത്യം ചെയ്തതായിട്ടുള്ള ഒരുപാട് തെളിവുകളുണ്ട്. അവൻ സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള ഒരുത്തരാണ്. പക്ഷെ ഈ കേസിൽ പെട്ടിരിക്കുന്ന പല ആളുകളും ആദ്യമായിട്ട് ക്രൈം ചെയ്യുന്ന ആളുകളാണ്. രണ്ടാം പ്രതി മാർട്ടിനടൻ. ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്ത വ്യക്തി പൾസർ സുനിയാണ്. അവനും ആദ്യമായിട്ട് ക്രൈം ചെയ്യുന്ന ബാക്കിയുള്ളവർക്കും സെയിം ശിക്ഷ. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു സാധനം കൊടുത്തേക്കുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ ഈ ജഡ്ജ്മെന്റിനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാത്തതും സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കുന്നതിന്റെ കാരണം. മെയിൻ റീസൺ അതാണ്. ബാക്കികളുണ്ട് അവിടെ കേൾക്കും. അതേപോലെ തന്നെ പൾസർ സുനിക്ക് മേലുള്ള നിരവധി വകുപ്പുകൾ ഈ 20 വർഷത്തിന്റെ 376B ഒഴിച്ച് ബാക്കിയുള്ള 376D അതൊഴികെ ബാക്കിയുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ അയാൾക്ക് ഏതാണ്ട് 18-20 വർഷം അഡീഷണൽ കിട്ടാനുള്ള വകുപ്പ് കൂടിയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അയാളെയും അതിനേക്കാൾ ലെസർ ക്രൈം ചെയ്തിരിക്കുന്ന വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന മറ്റുള്ളവരെയും ഒരേപോലെ തന്നെ പരിഗണിച്ച് എല്ലാവരും ഒരേ ശിക്ഷാ കാലയളവ് മാത്രം സെർവ് ചെയ്താൽ മതി എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇവനെ കൂടുതൽ ഇയേഴ്സ് അകത്തിടാനുള്ള വകുപ്പുകൾ ഉണ്ടായിരുന്നു, എന്നിട്ടും കൊടുത്തില്ല. നമ്മളൊന്നും പറയുന്നില്ല, നമുക്കൊന്നും പറയാനുള്ള അധികാരമില്ല, നമ്മളൊന്നും പറയുന്നില്ല, കേട്ടുമില്ല, കണ്ടിട്ടുമില്ല. ബാക്കിയേക്കാം 13 വർഷം പെൻഡിംഗ് എന്ന് പറയുന്നതിനെ പോലും കുറയ്ക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. നമ്മളിപ്പോ അപ്പീലിന് പോകുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ശിക്ഷ ഇവർക്ക് കിട്ടുമോ എന്നൊന്നും അറിയില്ല. വളരെ റെയർ കേസുകളിൽ മാത്രമേ ഇങ്ങനെ കിട്ടാറുള്ളൂ. സാധാരണ ഈ ശിക്ഷാവിധികളൊക്കെ തന്നെ കമ്മ്യൂട്ട് ചെയ്യുകയാണ് ഈ ഹയർ കോടതികളിൽ പോകുമ്പോൾ കാണുന്നത്. വളരെ റെയറാണ് അത് കൂട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ 12-13 കൊല്ലം ഉള്ളതിനെ 10 കൊല്ലമായിട്ടോ 8 കൊല്ലമായിട്ടോ ഒക്കെ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനോടകം 7 വർഷം ജയിലിൽ കിടന്നതിന് ശേഷവും ഒരു മാനസിക പരിവർത്തനവും ഉണ്ടാകാത്ത ഒരാൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് നൽകുന്നത് റിഫോംഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിലേക്കുള്ള ഒരു ഇംപ്രഷൻ അല്ല, മറിച്ച് അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു തരത്തിലുള്ള മനസാക്ഷിത്വം ഇല്ലാത്ത ഒരു വ്യക്തി, അയാൾ അറ്റ് ലാർജ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഒരു പൊട്ടൻഷ്യൽ ക്രിമിനലായിട്ട് ഇനിയും ഇവിടെയുള്ള അമ്മവേദന്മാരെ പീഡിപ്പിക്കാനായിട്ട് അയാൾ ഇവിടെ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് കൂടി നമ്മുടെ ശിക്ഷ പ്രവർത്തിക്കണം. ഇനി ഒരാളും ഇതേപോലെ ആൾക്കാരെ പീഡിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയൊക്കെ എല്ലാം കിട്ടുകയുള്ളൂ, ഇത്രയും പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ ഇതാണ് വിധിയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഡേയിൽ പ്രോസിക്യൂഷന്റെ ഒരു അപേക്ഷ ഉണ്ടായിരുന്നു. ഇവന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷാവിധി സമൂഹത്തിന് മാതൃകയാകണമെന്ന്. അപ്പോ ജഡ്ജിന്റെ മറുപടി സമൂഹത്തിന് മാതൃകയാകാൻ വേണ്ടിയിട്ടല്ല വിധി പറയേണ്ടത് എന്നുള്ള രീതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാർക്ക് ഈ ഒരു ശിക്ഷ കൊടുത്തിരിക്കുന്നത്. ഒരു വിധി എന്ന് പറയുമ്പോഴത്തേക്കും സമൂഹത്തിന് മാതൃക തന്നെ ആകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസ് പൾസർ സുനിയും സ്റ്റേറ്റും തമ്മിലാണ് ഈ ഒരു കേസ് നടത്തുന്നത്. സ്റ്റേറ്റ് നിലകൊള്ളുന്നത് സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ ഒരു പൾസർ സുനി വേഴ്സസ് വിക്ടിമിന്റെ നെയിം കൊടുത്താൽ പോരായിരുന്നു. അവർ തമ്മിലല്ലേ കേസ് നടത്തുന്നത്, അവർ തമ്മിൽ വിധി ഉണ്ടാക്കട്ടെ എന്നുള്ള രീതിയിൽ പോരായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു വിധിയിൽ സമൂഹത്തിന് ഈ എന്റെ വിധിയിൽ നീ ഒന്നും മാതൃക ഉണ്ടാക്കണ്ട എന്ന് പറയുന്ന ഒരു നിലപാടാണ് ജഡ്ജി എടുത്തത്. അത് മാത്രമല്ല, ഇവൻ ഇനി പുറത്തു വരും. ഇനി ഒരു 8 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് 10-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവൻ പുറത്തു വരും. ഇവൻ പുറത്തു വന്നിട്ട് പിന്നെയും ഈ പരിപാടി തന്നെ തുടങ്ങും. മനസ്സിലാക്കി അന്നേരം പുറത്തൊരു സുനി ഈ ഒരു സെറ്റപ്പ് ഒന്നും അറിയില്ല, വേറെ ലെവൽ സെറ്റപ്പ് ആയിരിക്കും. ഒരു 8 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ അന്നും ഉണ്ടെങ്കിൽ സുനി ജയിലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് മാസ് ബിജെയും വിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലിനകത്ത് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. നല്ല HD ക്യാമറയിൽ സ്ലോ മോഷനിൽ മാസ് ബിജെയും വിട്ട് ജയിലിൽ നിന്ന് സുനി വലതുകാലം വെച്ച് പുറത്തോട്ട് ഇറങ്ങുന്നത്. മാലയിട്ട് സ്വീകരിക്കാനും ആളുണ്ടായിരിക്കും. സോ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഊമക്കത്തിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് അത് വായിച്ചിട്ടുള്ള ആളുകൾക്ക് തോന്നിപ്പോകുന്നത്. ദിലീപിനെ വെറുതെ വിട്ടത് പോട്ടെ, അത് ഗൂഢാലോചന പ്രോസിക്യൂഷൻ തെളിയിക്കാൻ പറ്റിയില്ല, അതിനുള്ള തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്തതിന്റെ പുറത്താണെന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ആ ജഡ്ജ്മെന്റ് പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല അതെന്താ കേസ് പിടിപ്പിച്ചേക്കുന്നത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്തുകൊണ്ട് സുനിക്ക് 20 കൊല്ലം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവന് കൂടുതൽ കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നിട്ട് പോലും 20 കൊല്ലം വൈ. മാത്രമല്ല ഈ ഒരു കേസിന്റെ വിധി പറയാനൊക്കെയുള്ള ജഡ്ജ് ചൂസ് ചെയ്ത ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യത്തെ ദിലീപിനെ വെറുതെ വിട്ടത് 8-ാം തീയതി ഇലക്ഷൻ ഉള്ള ദിവസം. ന്യൂസ് ചാനൽസിന്റെ ഒരു അറ്റൻഷൻ കുറെയൊക്കെ ഇലക്ഷന്റെ ഭാഗത്തോട്ട് പോകും എന്നുള്ള ഒരു അജണ്ട വെച്ചുകൊണ്ടായിരിക്കണം 8-ാം തീയതി തന്നെ തീരുമാനിച്ചത്. ആൻഡ് ഈ ശിക്ഷാവിധി പ്രഖ്യാപിച്ച ദിവസം 12-ാം തീയതി ദ നെക്സ്റ്റ് ഡേ ഇലക്ഷൻ റിസൾട്ട്. 13-ാം തീയതി മൊത്തം ഈ ഒരു വിധിയെ പറ്റി ആളുകൾ മറന്നു. മൊത്തം ഈ ഇലക്ഷന്റെ പുറത്തായിരുന്നു ആ ഒരു ന്യൂസ് മൊത്തം പോയിരിക്കുന്നത്. ഇന്നലത്തെ കംപ്ലീറ്റ് ന്യൂസും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഈ ഒരു വിധി പകർപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നും ന്യൂസ് ചാനൽസിനകത്തില്ല. സോ ആ ഒരു ഡേ തന്നെ വെച്ചേക്കുന്നത് തന്നെ അങ്ങനെ ഒരു ചർച്ച തന്നെ ഇവിടെ വേണ്ട എന്നുള്ള തരത്തിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ആ 2 ദിവസം ആ പർട്ടിക്കുലർ 8ഉം 12ഉം തന്നെ തീരുമാനിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നത്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തെ ഇലക്ഷന്റെ കാര്യങ്ങൾ ഇന്നേക്ക് കയറി വന്നു. നെക്സ്റ്റ് ഡേ ആണ്, പിന്നെ ഇന്നാണ് ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് തുടങ്ങിയത്. എന്നിട്ടും ആദ്യത്തെ ആ ഒരു ഹൈപ്പൊന്നും ഇപ്പം ഇല്ല. സോ സീരിയസ്ലി അതിന്റെ ഒരു ഗ്രാവിറ്റി കുറഞ്ഞു. ഇനി മഞ്ജു വാര്യരുടെ ആ ഒരു പോസ്റ്റും കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്.
പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായും നടപ്പായി എന്ന് പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടു. ഇത് ആസൂത്രണം ചെയ്തവർ, അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. പോലീസിലും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും ഓരോ സ്ത്രീകൾക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവുകളിലും ജീവിതത്തിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരും. അന്നും ഇന്നും എന്നും അവളോടൊപ്പം മഞ്ജു വാര്യർ. ഇതാണ് മഞ്ജു വാര്യറിന്റെ പോസ്റ്റ്. രണ്ടുപേരും ഒരുമിച്ചാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. നടി ഇട്ടൊരു 1 hour കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ജു വാര്യർ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജഡ്ജ് എന്തായാലും വേറെയാണ്. എന്താണെങ്കിലും ഈ ഒരു ഊമക്കത്തിന്റെ പുറത്ത് ഒരു അന്വേഷണം വന്നേ പറ്റത്തുള്ളൂ. അത് ഉറപ്പായിട്ടും ഉണ്ടാവണം. അതിനകത്ത് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തിരിച്ചറിയണം. കാര്യം നമ്മുടെ ജുഡീഷ്യറിയുടെ വിശ്വാസത്തിന്റെ മുകളിൽ വന്നേക്കുന്ന ഏറ്റവും വലിയൊരു കരടാണ് ആ ഊമക്കത്ത്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. സോ കൂടുതലൊന്നും ഞാനായിട്ട് പറയുന്നില്ല. നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കോടതി ലക്ഷ്യമാവും, അതിന് നമ്മൾ യോഗ്യതയില്ലാത്തവരാകും. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല, കാരണം വീഡിയോ തരാം. ശരിയെങ്കിൽ.